ഹല്ലേലൂയ. അപ്പൊ ഒരു പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വചനത്തിലേക്ക് വരാം. ഒരു പ്രാർത്ഥന. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് കേൾക്കാൻ പോകുന്ന ഓരോ വചനത്തോർത്ത് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് വചനത്തോർത്ത് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം പറയുമ്പോൾ കർത്താവ് അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കൃപ കൊടുക്കട്ടെ. കർത്താവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് യോഹന്നാൻ സുവിശേഷം 6 അധ്യായത്തിൽ സംസാരിക്കുമ്പോൾ കർത്താവ് അനേകം ആൾക്കാരിലേക്ക് വിശ്വാസത്തിന്റെ വരം വരുവാനായിട്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ് കേൾക്കുന്നവരിലേക്ക് കർത്താവിന്റെ വചനം ശക്തിയോടെ കടന്നു ചെല്ലുന്നതിനെ ഓർത്ത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു എവരിബഡി. നമ്മൾ ഇന്ന് കർത്താവിന്റെ വചനം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കർത്താവിന്റെ വചനം പറയാനായിട്ട് പോകുന്നത് ഓൺലൈൻ വാക്യം എല്ലാവരും 1 മിനിറ്റ് ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർക്ക് കർത്താവിന്റെ വചനം അവരിലേക്ക് എത്തുവാനുള്ള കൃപ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വരും. നമ്മൾ ഒരു വചനം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളും ദൈവവേല ചെയ്യുന്നത് കർത്താവിന്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ദൈവവേല ചെയ്യുമ്പോൾ കർത്താവിന്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അനേകം പേര് രക്ഷയിലേക്ക് വരും. രക്ഷയിലേക്ക് lots of people receive the salvation, praise the Lord, through you when you share this word of God. Your reward will be a highest reward, greatest reward will be getting from God, praise the Lord. So എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ സുവിശേഷം അതിൽ 6 അധ്യായത്തില് 2 കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു കടലിന്റെ മുകളിൽ കൂടെ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതം നമ്മൾ എടുക്കുവാനും നമുക്കറിയാം. എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അത്ഭുതം കാണും. ഞാൻ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 6 അധ്യായം 21 വാക്യം തൊട്ട് ബുക്ക് ഓഫ് ഗോസ്പൽ ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് 1 onwards. ഇതിൽ പറഞ്ഞു, അനന്തരം യേശു തിബേരിയസ് എന്ന ഗലീലിയ കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മരയിൽ ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. ഇതിൽ 19 പറയുവാണ്, യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, പ്രൈസ് ദി ലോർഡ്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ബൈബിൾ പറയുന്നേ, ശിഷ്യന്മാരിൽ ഒരുത്തനായി ശിമോൻ പത്രോസിന്റെ സഹോദരനായി അന്ത്രയോസ് അവനോട്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ബാലനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ പക്കൽ 5 യവത്തപ്പവും എന്ന് പറഞ്ഞിരിക്കുന്നു, 2 മീനും ഉണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉള്ളതെടുത്ത് കർത്താവിന് കൊടുക്കുന്നില്ല. തുടർന്ന് പറയുന്നേ, 10 വാക്യം പറയുവാണ്, യേശു പറയുന്നു, ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു. അതാണ് ഇതിൽ യോഹന്നാൻ സുവിശേഷം അതിൽ 6 അധ്യായത്തിൽ കർത്താവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കർത്താവിന് അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കർത്താവിന്റെ പ്രസംഗം കേൾക്കുവാനായിട്ട്, നിത്യജീവനെ പറ്റിയുള്ള പ്രസംഗം കേൾക്കുവാനായിട്ട് അനേകം ആൾക്കാർ വരുന്നു. പ്രൈസ് ദി ലോർഡ്. അനേകം ആൾക്കാർ നിത്യജീവനിലേക്കുള്ള പ്രസംഗം കേൾക്കുവാനായിട്ട്, യേശുക്രിസ്തുവിന്റെ സത്യവചനം കേൾക്കുവാനായിട്ട് അനേകം ആൾക്കാർ ഇങ്ങനെ വന്നുകൂടുന്നു. കാരണം വരുന്നവർക്കെല്ലാം രോഗസൗഖ്യം കിട്ടും. വചനം കേട്ട ആൾക്കാർക്കെല്ലാം രോഗസൗഖ്യം കിട്ടുന്നു. വചനം അയച്ച് യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമം ആ പ്രദേശം മൊത്തം, പ്രൈസ് ദി ലോർഡ്, ആ ടൗൺ മൊത്തം, സിറ്റി മൊത്തം, ആ കൺട്രി മൊത്തം നിറഞ്ഞു. അങ്ങനെ എവിടെ യേശുക്രിസ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും വലിയ പുരുഷാരം യേശുക്രിസ്തുവിനോടൊപ്പം കൂടും. പ്രൈസ് ദി ലോർഡ്. അത് വിലയിനോ ചെറിയനോ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. വലിയ ടാക്സ് കളക്ടേഴ്സ് തൊട്ട്, സെക്കായി തൊട്ട്, പ്രൈസ് ദി ലോർഡ്, ചെറിയ ആൾക്കാർ വരും, ദരിദ്രന്മാർ തൊട്ട് വലിയ ആൾക്കാർ വരെ, പ്രൈസ് ദി ലോർഡ്, സെഞ്ചുറിയൻസ് വരെ, ശതാധിപം വരും, അതിനോ മുകളിലുള്ള ആൾക്കാർ വരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാല് സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള ആൾക്കാർ യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുവാനായിട്ട് അവിടെ ഒത്തുകൂടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ഇപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വചനം കേട്ട് കഴിയുമ്പോൾ അപ്പം അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ആ സമയത്ത് അവർ വിശന്നൊക്കെ ഇരുന്ന് വചനം കേൾക്കും. കാരണം വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിശപ്പോ ദാഹവും ഇല്ലാതെ ആ വചനം കേൾക്കാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. അത് യേശു ക്രിസ്തുവിലൂടെ, യേശു ദൈവമായകൊണ്ട് പ്രൈസ് ലോർഡ് അത് എത്രമാത്രം അധികമായിട്ട് ലഭിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പം അത് അന്നും പഴയ നിയമത്തിലും അതന്നെ അത് ആദിമ നൂറ്റാണ്ടിലും അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അത് ജീവനും ചൈതന്യമുള്ളതാണ്. കർത്താവിന്റെ വചനം അത് ഇരുതലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവത്തിന്റെ. അത് എത്ര ഏത് മേഖലയിലാണ് കടന്നു ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ ശക്തമാണ് യേശുക്രിസ്തുവിന്റെ വചനം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് രോഗികളുടെ മേൽ നമ്മൾ കർത്താവിന്റെ വചനം വഹിക്കുമ്പോൾ അവിടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും. പക്ഷെ കർത്താവിന് നമ്മുടെ ഭാഗത്തിന്റെ ഇഷ്ടം ഒരു 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 റെസ്പോൺസ് വേണം. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കർത്താവിന് നമ്മളിൽ നിന്ന് റെസ്പോൺസ് വേണം. അവർ ഗോഡ് നീഡ് സം റെസ്പോൺസ് from your side or from my side. Right, Lord? This is what I want to say to all the people. How our God will get the response, right, Lord? Hallelujah. Our God will get the response from you when you hear this word of God from God. Right, Lord? അതാണ് കർത്താവിന്റെ വചനം കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ വിശുദ്ധാത്മാ കൃപ തരുന്നേ, ദൈവത്തിന്റെ നാമത്തിന് അനുസൃതമായി റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ ദൈവവചനം കേൾക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് വചനം ശ്രദ്ധിക്കുന്ന ആൾക്കാർ, നിങ്ങൾ എത്ര ഏത് തലത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും പ്രൈസ് ലോർഡ്, നിങ്ങൾ ഇന്ന് കർത്താവിന്റെ വചനം കേട്ടാൽ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നിശ്ചയമായിട്ട് നിങ്ങൾ ടച്ച് ചെയ്യും. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന വിഷയങ്ങളൊന്നും ഒരു വിഷയമല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഉറപ്പായിട്ട് പറയുക, ഇന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾ എത്ര വിഷയത്തിന്റെ മുകളിൽ നടന്നു പോയി കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവരൊന്നുമില്ലാതായി മാറ്റപ്പെടും. ഒന്നുകിൽ കോവിഡ് പോൽക്കട്ടെ മഹാമാരി വന്നിട്ടോ അവിടെ തലമുറകളോ ഒന്നും അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാണെങ്കിലും നിങ്ങളെ കർത്താവ് സംരക്ഷിക്കും. ഇന്ന് കർത്താവിന്റെ നാമം വിളിക്കുന്ന ആൾക്കാരെ കർത്താവ് സംരക്ഷിക്കും. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. പഴയ നിയമത്തിലായിക്കോട്ടെ മിസ്രയീം ആൾക്കാർ മൊത്തം കർത്താവ് തകർത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവഭക്തന്മാർക്കെതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് വരുന്ന പ്രതികൂലങ്ങളെല്ലാം കർത്താവ് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. അത് പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കാം. കർത്താവ് ചോദിക്കുകയാണ്, അവിടെയുള്ള ആൾക്കാർ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് പുരുഷാരം വന്നു, വലിയൊരു പുരുഷാരം. അപ്പൊ യോഹന്നാൻ ചോദിച്ചാൽ 6:5 വാക്യത്തിൽ വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിന് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് നമ്മളെ കണ്ട അനുകമ്പയുണ്ട്. കർത്താവിന്റെ വേല ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ കർത്താവിന് അനുകമ്പയുണ്ട്. നിങ്ങൾക്ക് റെന്റ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, നിങ്ങളുടെ സാമ്പത്തിക മേഖല, വരുമാന മാർഗം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജീവിതം, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, നിങ്ങൾ പോകുന്ന വഴികള്, പ്രൈസ് ലോർഡ്. അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്, അവൻ നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം ദൈവമേ എന്ത് മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ചിന്തയുടെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറയുവാണ്, അത് ഈ വചനം കർത്താവ് തന്നിട്ട് എന്നോട് വായിപ്പിക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ്. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവാകെ. ഇന്ന് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുന്നു, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നടക്കാതെ കർത്താവിന്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. വി ഹാവ് ടു ഹാൻഡ് ഓവർ your thoughts, your needs, your desires. Praise the Lord. Hallelujah. What all the circumstances you are going through today, everything, our God want you to hand over to the hands of the Lord today. Praise the Lord. Hallelujah. If you are doing accordingly, our God can able to protect you. Our God can able to take care of your life, because our God is your protector. Our God is your refuge. Praise the Lord. Hallelujah. Our God can able to take care of your life. Our God is a creator of the world. We are the creation of the world, creation of the God. Praise the Lord. Hallelujah. അതാണ് നമ്മൾ കർത്താവിന്റെ സൃഷ്ടിയാണ്. യേശുക്രിസ്തുവാണ് സൃഷ്ടാവ്. അപ്പൊ കർത്താവ് നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം കർത്താവിന് അറിയാം. അതുകൊണ്ട് തന്നെ അനേകം ആൾക്കാർ ഇന്ന് ഒരു വേറൊരു സഭയിലെ ഒരു വൈദികനെ കണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആത്മാവ് നശിച്ചു പോയില്ലേ? Praise the Lord. Hallelujah. തോമസ് മാത്യു, ജോഷുവ അംബാസ്, ടുഡേ ഇന്ന് ഞാൻ വായിക്കുന്നത്
ടുഡേസ് മെസ്സേജ്, മലയാളം മെസ്സേജ്, ഗോസ്പൽ ജോൺ ചാപ്റ്റർ 6. ഓക്കെ, ഞാനപ്പം ഒരു വാർത്ത കൊണ്ട് ഒരു വൈദിക ഒരു വേറൊരു സഭയിലെ ഒരു അച്ഛനും കാണും മരിച്ചു പോയെന്ന് പറഞ്ഞു. അവർ ശുശ്രൂഷ ചെയ്യുന്ന കാണുന്നത്. അന്ന് ഞാൻ ദൈവം കർത്താവിലേക്കല്ല നടക്കുന്നത്. കർത്താവിലേക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അന്ധകാരത്തിന്റെ പ്രവർത്തനമാണ്. ആത്മാവ് മാറ്റപ്പെട്ടു. ഇനി അദ്ദേഹത്തിന് ആത്മാവ് കിട്ടുമോ? ഇല്ല. നിത്യ നരകത്തിലേക്ക് പോയി. യൂദാസിന്റെ ആത്മാവ് നരകത്തിലേക്ക് പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഈ സഭാ ചട്ടക്കൂട് എന്നൊക്കെ പറയുന്നത് ഈ എന്റെ കത്തോലിക്ക സാധാരണ സഭയ്ക്കെതിരായിട്ട് പറയുമല്ല. ഹല്ലേലൂയ. അവർ കൂട്ടായ്മ ആചരിക്കണം. കൂട്ടായ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലി പരമായിട്ട് കർത്താവിനെ പ്രഘോഷിക്കണം അവര്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരിങ്ങനെയൊന്നുമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഏതൊക്കെ കൂട്ടായ്മകളുണ്ടോ, ശുശ്രൂഷകരാണല്ലോ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കണം. കൂട്ടായ്മ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരെ ടീച്ച് ചെയ്യണം. അതോടൊപ്പം തന്നെ ശുശ്രൂഷകർക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാവുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് തകർക്കാനായിട്ട് പറ്റും. പിശാച് കൊണ്ടുവരുന്ന ചിന്തകളും ടെൻഷനുകളും ഡിപ്രഷൻസും എന്തെങ്കിലും വിഷാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നേക്കും തകർക്കാൻ പറ്റും. കർത്താവ് പറയുവാണ്, ഫിലിപ്പിയർ 2 വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവ് ആയുധവർഗം വെപ്പിച്ചു. അപ്പൊ നിങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം, നിങ്ങളുടെ ദാരിദ്ര്യത്തെ മൊത്തം കുറിച്ച് കർത്താവ് അടിയറ പറയും. യേശുക്രിസ്തു ദരിദ്രനായത് യേശുക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തെ നമ്മൾ സമ്പന്നനാകുവാനായിട്ടാണ്. Our God become a poor. Praise the Lord. Hallelujah. Because you want to become a rich person. Praise the Lord. The people, those who are in Christ Jesus. The people, those who are walking in the presence of the Lord. Praise the Lord. Hallelujah. This is what Bible says. അപ്പൊ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയാനായിട്ടുള്ളത്, കർത്താവിന് നമ്മളിൽ നിന്ന് റെസ്പോൺസ് വേണം. ഇന്ന് നമ്മൾ ദൈവ പൈതലാണെങ്കിൽ കർത്താവ് നമ്മളിൽ നിന്ന് ചിലത് ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. എത്ര പ്രതികൂലങ്ങൾ വന്നില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിന് കൊടുക്കാൻ എന്നാവുള്ളൂ. ഫിലിപ്പോസിന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ 5000 പുരുഷന്മാരുണ്ട്. യോഹന്നാൻ സുവിശേഷം 6 അധ്യായത്തിൽ 5000 പുരുഷന്മാരുണ്ട്. ഈ 5000 പുരുഷന്മാർക്ക് കൊണ്ട് ഭക്ഷണം കൊടുക്കുക എവിടെ നിന്ന് കിട്ടും? പക്ഷെ ഉള്ളതെടുത്ത് കൊടുത്തു. അന്ത്രയോസ് പറഞ്ഞു, പ്രൈസ് ലോർഡ്. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് അന്ത്രയോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫിലിപ്പോസ് അവനോട് അല്പം ലഭിക്കേണ്ട 200 പണത്തിന് അല്പം മതിയായില്ല എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് പറയുന്ന സ്വന്തം കാര്യം നോക്കി. പക്ഷെ അന്ത്രയോസ് ഉള്ളത് കർത്താവിനോട് പറയാണ്. ശിമോനത്തെ സഹോദരൻ അന്ത്രയോസ് പറയുന്നത്, ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്കുണ്ട്. ഉള്ളത് കൊടുത്ത് കർത്താവിന്. പ്രൈസ് ലോർഡ്. ഉള്ളത് കർത്താവിന് കൊടുക്കുമ്പോൾ കർത്താവ് അത് ഉപയോഗിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പഴയ നമുക്കറിയാം, ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ ഭരണിയിലെ ആ മാവും കലത്തിലെ മാവും ആ എണ്ണയും ഒന്നും പറ്റി ഉള്ളതെടുത്ത് പ്രവാചകന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വർദ്ധിക്കാനായിട്ടോ നമുക്കുള്ളത് എടുത്ത് കൊടുക്കണം. ഒന്നും കാണത്തില്ലായിരിക്കും, നമുക്കൊരു സ്തോത്രം കൊടുക്കാൻ ഒന്നും കയ്യിലില്ല എങ്കിൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാര്യങ്ങൾ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഓർത്ത് കർത്താവിന് നമ്മൾ സ്തോത്ര ഗീതം കൊടുത്തു. ജസ്റ്റ് ഗീവ് ദ പ്രൈസ് ആൻഡ് താങ്ക്സ് ടു ദ ലോർഡ്. പ്രൈസ് ലോർഡ്. ഈച്ച് ആൻഡ് എവറി ഡേ when you have to look at when you are facing the famine time in your life, you need to look at your bag, that your past life, how our God is protecting you. Praise the Lord. Hallelujah. And we have to write all the miracle what our God has done in your life. Take one pen and paper and write it down one by one and give the thanks and praise to the Lord one by one. Praise the Lord. The day, the time, and when you give the thanks and praise to the Lord, what is going to happen in the heavenly realm? All the angels are in the heaven. Praise the Lord. Our God has already commanded the heavenly angels to get the protection for you, and also all the heavenly angels will make the way for you. Praise the Lord. Make a one way for you. That is what is a one way. That means all the ways, all the crooked ways, that one which is coming against your life, the heavenly angels would make them straight, everything in your life. Praise the Lord. ദേശയുടെ ബുക്ക് ഓഫ് ഐസിയ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം പറഞ്ഞ്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളെ നിരപ്പാക്കിയും താമ്രവാതിലെ താഴ്ത്തിയും ഇരുമ്പോടാമ്പിൽ ഒടിക്കുകയും ചെയ്യും. ഞാൻ ഇസ്രായേലിന്റെ ദൈവമാണ്. അതാണ് കർത്താവ് പറയുന്നത്. ഐ ആം ദ ഗോഡ് ഓഫ് ഇസ്രായേൽ. ഇതിന് പറഞ്ഞു കഴിഞ്ഞാല് യോഹന്നാൻ സുവിശേഷം 6 അധ്യായം 9 വാക്യം പറയുന്നത്, ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ പക്കൽ 5 ഏത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് കർത്താവ് കേൾക്കുവാണ്. പ്രൈസിൽ അന്ത്രയോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ത്രയോസ് കർത്താവിനോട് പറയുവാണ്, ഒരു ബാലിന്റെ അടുത്ത് ഒരു 5 അപ്പവും 2 മീനും ഉണ്ട്, ഇതുകൊണ്ട് എന്തുണ്ട്? അപ്പൊ കർത്താവിന് റെസ്പോൺസ് വേണം. നമ്മുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് വേണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കാ വേണം. നമ്മുടെ ഈ തകർന്ന അവസരത്തിലും ഇത് കർത്താവിന് ചെയ്യാൻ പറ്റും എന്നൊരു പോസിറ്റീവ് വാക്കാ കർത്താവിന് വേണം.
Our God need, praise the Lord, hallelujah, some response from your side. Response, that means what kind of response our God need from you today? You have to say the word of God. That means the promise of the Lord you have to say. Our God will never leave you nor forsake you. Praise the Lord, hallelujah. നമ്മൾ പറയണം, കർത്താവ് ഒരു നാളും എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നീതിമാൻ ഒരിക്കലും കുലുങ്ങാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീതിമാൻ എത്ര വർഷം വീണാലും കർത്താവ് വീണ്ടും നീതിമാനെ ഏൽപ്പിക്കും. കർത്താവിൽ ആശ്രയിക്കുന്ന ഞാനോ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പുതിയ ചിറകും പുതിയ ശക്തി എനിക്ക് കിട്ടും. എത്ര കടഭാരങ്ങളാണെങ്കിലും എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ഇതിനൊന്നും എന്നെ തകർക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾ എടുത്ത് വേണ്ടത്. കാരണം ദൈവം ശക്തനായ ദൈവമാണ്. അവർ ഗോഡ് ഈസ് എ മൈറ്റി ഗോഡ്. അവർ ഗോഡ് ഈസ് ഓൾ മൈറ്റി ഗോഡ്. നിങ്ങൾക്ക് എത്രമാത്രം അന്ധമായ ശക്തി ശ്രമിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാം, ഉറപ്പായിട്ട് പറയുവാണ്, അനുഭവിക്കുന്നതുകൊണ്ട് പറയുവാണ്, അവരും അവരുടെ കുടുംബം നശിച്ച ലോകത്തിൽ മാറുവിലാണ്. കർത്താവിന്റെ അഭിഷക്തന്മാർക്കൊന്നും വരും ഒരു പാതി നിന്റെ കൂടെ അടുത്ത് അടിക്കത്തില്ല. അവരും അവരുടെ തലമുറയുടെ അടുത്തുനിന്ന് ഒരു നിലവിളി വരുവല്ലാണ്ട് കർത്താവിന്റെ അഭിഷക്തന്മാർക്കൊന്നും പറ്റത്തില്ല. അതാണ് ഇസ്രായേൽ ജനത്തെ പരാജയപ്പെടുത്താൻ വെച്ച് കഴിഞ്ഞപ്പം ഈജിപ്ഷ്യ മിസ്രൈം മൊത്തം അവരും അവരുടെ തലമുറ പിന്നെ ഇല്ലാതായി. അവർ ആദിജാതന്മാരെ മൊത്തം സംഗ്രഹിച്ച് കർത്താവ് വകവരുത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിൽ നിന്നാണ് ഇസ്രായേൽ ജനത്തിന്റെ ശത്രുക്കളുടെ ഇടയ്ക്ക് നിന്ന് നിലവിളി വരുന്നത്. ദൈവം ഇസ്രായേൽ ജനത്തിന്റെ അടുത്തുനിന്നല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവിൽ വേണ്ടി നടക്കുന്ന ആൾക്കാരെ മേലെ ഒരാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരവരെ തലമുറയിൽ നിന്ന് നിലവിളി വരുന്നത്. അഭിഷക്തന്മാർക്കൊന്നും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. പ്രൈസ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും ധൈര്യത്തോടു കൂടി കർത്താവ് വേഗം പോവാ. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ ഏറ്റുമുട്ടൊന്നും നശിച്ചൊന്നുമല്ല. കർത്താവ് പറയുന്നത് ഞാൻ കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് പറയുവാണ്. പിന്നെ യേശു അന്ത്രയോസ് കർത്താവിനോട് പറയുവാണ്, ഇവിടെ 5 അപ്പം 2 മീനും ഒരു വ്യക്തിയോട്. അപ്പൊ കർത്താവ് പെട്ടെന്ന് കർത്താവിന് ഒരു റെസ്പോൺസ് വേണം, ഒരു പോസിറ്റീവ് റെസ്പോൺസ് വേണം. നിങ്ങളുടെ കടഭാരങ്ങൾ വരുമ്പോൾ ഈ ദൈവത്തിന് ചെയ്യാൻ പറ്റും, ദൈവത്തിന് മാനേജ് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഒരു വാക്ക് നമ്മുടെ വായിൽ വരുന്ന, അതാണ് കർത്താവിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവ് പറയുവാണ്. ഫിലിപ്പോസ് അങ്ങനെ അന്ത്രയോസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് കർത്താവ് പറയുവാണ്, ആളുകളെ ഇരുത്തുവൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000 പുരുഷന്മാരുണ്ടായിരുന്നു. ആളുകളെ ഇരുത്താൻ പറഞ്ഞപ്പം അപ്പം വർദ്ധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആളുകളെ നിലത്തിരുത്താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം ഒന്നും വർദ്ധിച്ചില്ല. ഈ 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ടും 5000 പുരുഷന്മാർ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്ത്രീകളും പിള്ളേരും എല്ലാവരും കൂടി 10,000 പേര് കാണുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഒന്നും അപ്പം ഒന്നും വർദ്ധിച്ചില്ല. കർത്താവിന് ഒരു കോൺഫിഡൻസ്, എന്റെ പിതാവ് ഏത് സമയം പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഒരു വിശ്വാസമാണ് ഇന്ന് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യേശു തുടർമാണ്ട് കർത്താവ് പറയാണ്, എല്ലാവരും നിലത്തിരുത്താൻ പറഞ്ഞു. 5000 പുരുഷന്മാരുണ്ടായിരുന്നു. 11 വാക്യം പറയുന്നത്, പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ മീനും വേണ്ടുവോളം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ശിഷ്യന്മാരുടെ അത് പറഞ്ഞാല് അപ്പവും മീനും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അപ്പം എടുത്ത് വാഴ്ത്തി കഴിഞ്ഞ് ശിഷ്യന്മാരെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ശിഷ്യന്മാരെ കൊടുക്കുന്ന സമയത്ത് അപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് പ്രവർത്തിച്ചു. കർത്താവ് പിന്നെ അവിടെ എന്തുണ്ടെന്ന് ചോദിച്ചപ്പം അന്ത്രയോസ് ഒരു ബാലന്റെ അടുത്ത് 5 അപ്പം 2 മീനും കൊടുത്തു. അവരൊരു പ്രവൃത്തി ചെയ്തു. അവർ കർത്താവിന്റെ അടുത്ത് കർത്താവ് ഒരു പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തിയാണ് താങ്ക്സ് കൊടുത്തു. ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇത്രയും പേർക്ക് അസാധ്യങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവിന് താങ്ക്സ് ഗിവിംഗ് കൊടുത്തു. കർത്താവിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് മഹത്വം കൊടുത്തു. ഉള്ളതെടുത്ത് വെച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പൗലോസും സീലാസും അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൽ പ്രസന്റിലായിരുന്നപ്പോൾ when Apostle and Silas when they were in the prison, when you read book of Acts chapter 24 and 25, what happened? When they were in the prison, they were not at all saying any of the comments against God. They were, instead of that, they were giving the thanks and praise to the Lord. Praise the Lord. This is what our God is need from you and me today, from your side and my side, from today onwards. What our God need a thanks and praise from you, from your mouth today. Praise the Lord. Your thanksgiving should rise that from your mouth. Praise the Lord. Your thanksgiving should come out from your mouth, from your heart and from your mouth. Praise the Lord. Hallelujah. Thanksgiving, you have to give the thanks and praise to the Lord each and every time. Praise the Lord. അതാണ് യേശുക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓശാന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ മൊത്തം നന്ദി പറഞ്ഞു. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അവിടെയും താങ്ക്സ്ഗിവിംഗ് പറഞ്ഞു. എവിടെയെല്ലാം കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടോ പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ചെയ്യും.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ നമ്മൾ നന്ദി പറയണം, കർത്താവിന് താങ്ക്സ് പറയുന്ന വ്യക്തികളായിരിക്കണം. നമ്മൾ താങ്ക്സ് ചെയ്യും കൊടുക്കുന്ന ആളാണോ? അന്ധകാശക്തിയുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കും, അന്ധകാശക്തിയുടെ ഒരു കെട്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമ്മുടെ ജീവിതം തകരുമെന്ന് അന്ധകാശക്തി ശ്രമിക്കും. പക്ഷേ അത് എസെക്കിയേൽ 37 അധ്യായത്തിൽ പറഞ്ഞ കർത്താവ് ശവക്കലകളെ തുറന്ന് കർത്താവ് പുറത്തു കൊണ്ടു. അതാണ് മർത്തയായി മേരിയോട് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ നമ്മൾ വിശ്വസിക്കണം. We have to believe in God. We have to give the thanks and praise to the Lord each and every time. Praise the Lord. Hallelujah. Never look at your background. Never look at look at your circumstances. Never look at the situations. Never look at your debts. Never look at your bank balance. Oh, bank balance is empty today. Praise the Lord. You have to look at our God is the richest God. Look at in the heaven. Praise the Lord. In the heavenly places. അതാണ് തന്റെ ദൈവമോ തന്നെ മഹത്വത്തിന്റെ സമ്മന്നതയിൽ നിന്ന് ക്രിസ്തു യേശു വഴി നമുക്ക് ആവശ്യമുള്ളത് മൊത്തയും തരും. Praise the Lord. Hallelujah. Our God can supply everything for you because my God is a glorious God. Praise the Lord. Hallelujah. He is a richest God. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യേശു അപ്പോഴത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് പറയണം, അവർക്ക് തൃപ്തി ആയ ശേഷം അവന് ശിഷ്യന്മാരോട് ശേഖരിച്ച ഭക്ഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം കൊടുത്തു, മീനും കൊടുത്തു. കർത്താവ് ശിഷ്യന്മാരോട് പറയുവാണ്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ ഒരു പ്രവൃത്തി ചെയ്തു. യേശു താങ്ക്സ് ഗിവിംഗ് കൊടുത്തിട്ട് 5 അപ്പവും 2 മീനും ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാർ താങ്ക്സ് ഗിവിംഗ് കൊടുത്തിട്ട് ഓരോരുത്തരെടുത്തു. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രസ്റ്റിംഗ് ആണ്. ട്രസ്റ്റിംഗ് ആണ്. കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. കർത്താവിന് യേശുവിനെ കർത്താവായിട്ട് കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തി അത് വിശ്വസിച്ചു. എന്ത് മണ്ടത്തരമാണ് ഒരു 5000 പേർക്ക് 5 അപ്പവും 2 മീനും കൊടുക്കാനായിട്ട് പോകുന്നത്. ശിഷ്യന്മാര് കർത്താവിന്റെ ഒപ്പം നടന്നു. കർത്താവിന്റെ പ്രവൃത്തി കണ്ടു. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന കണ്ടു. മുടന്തരേറ്റ് നടക്കുന്നത് കണ്ടു. തടരവാതിരി ഏറ്റ് നടക്കുന്ന കണ്ടു. അതിന്റെ മുമ്പത്തെ ചാപ്റ്ററിൽ 31 വർഷമായിട്ട് പ്രൈസ് ലോർഡ് അത് ബെത്സൈദ കുൾക്കരയിൽ കിടന്ന് ആ വ്യക്തിനെ സൗഖ്യപ്പെടുത്തുന്നത് കണ്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശതാധിയുടെ ഭർത്തിനെ സുഖപ്പെടുത്തിയത് കണ്ടു. പ്രൈസ് രക്തസാവൾ സ്ത്രീയെ സുഖപ്പെടുത്തി. പ്രൈസ് ലോർഡ്. എത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്യും ഈ ദൈവം. ഇതും ചെയ്യാൻ പറ്റുമെന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചു. പ്രൈസ് ലോർഡ്. അങ്ങനെ ശിഷ്യന്മാർ കർത്താവ് താങ്ക്സ് ഗിവിംഗ് കൊടുത്ത് അപ്പം എടുത്തിട്ട് എല്ലാവരും എടുത്തും ഈ 5000 പുരുഷന്മാരുടെ അടുത്തും ഓരോന്നായിട്ട് ശിഷ്യന്മാർ മൊത്തം കൊണ്ടുവന്നില്ല. അങ്ങനെ പോയി കഴിയുമ്പോൾ മൾട്ടിപ്ലേഷൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പം മൾട്ടിപ്ലേഷൻ ചെയ്തു. അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പം വർദ്ധിച്ചു, മീനും വർദ്ധിച്ചു. അപ്പൊ നമ്മളറിയാം, നമ്മളൊരു ഓട്ടോമാറ്റിക് ഡോറിന്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആ ഡോറിന്റെ അടുത്തോട്ട് നടന്ന് ചെല്ലുമ്പോഴാണ് ഓപ്പൺ ആകുന്നത്. നമ്മൾ ഒത്തിരി ആലത്തുന്ന ഓർക്കത്തില്ല. നമ്മൾ കർത്താവിന്റെ പ്രവൃത്തി കാണുന്ന കർത്താവിലേക്ക് അടുത്ത് ചെല്ലണം. നമ്മൾ വേറെ വിശുദ്ധന്മാരോടല്ല പ്രാർത്ഥിക്കാൻ പോകണം. കൊത്തു വിഗ്രഹത്തോടല്ല കർത്താവിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. മാതാവിന് അവഹേളിക്കുന്ന പേര് വെച്ചത് പല രീതിയിലും ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ച മാതാവിന്റെ പേരെന്ന് ഇട്ടിട്ട് മാതാവിനെ അവഹേളിക്കുന്ന കൊത്തുവിഗ്രഹത്തിന് മുമ്പിലല്ല പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൊത്തുവിഗ്രഹത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന മൊത്തം പിശാചുക്കളാണ്. മാതാവിന്റെ പേര് അവഹേളിക്കുന്നതാണ്. അതിന് മാതാവില്ല. പ്രൈസല്ലോ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് മാതാവും ശിഷ്യന്മാരോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാണ് അഭിഷേകം പ്രാപിച്ചത്. പിന്നെ എന്തിനാണ് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കണം? അതൊക്കെ പിശാചിന്റെ തട്ടിപ്പാണ്. നമ്മൾ തിരിച്ചറിയണം. പ്രൈസല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹങ്ങളോടല്ല പ്രാർത്ഥിക്കുന്നത്, യേശുക്രിസ്തുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. വലിയൊരു മധ്യസ്ഥൻ പിതാവായ ദൈവത്തിൽ നമ്മുടെ ഇടയ്ക്കുള്ളത്, പ്രൈസല്ലോ, മനുഷ്യരുടെ ഇടയ്ക്കുള്ളത്, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനോട് മാത്രമേ രക്ഷയുള്ളൂ. യേശുക്രിസ്തുവിനോട് മാത്രമേ പാപമോചനമുള്ളൂ. നമ്മളെക്കാളും വലിയ പാവത്തിൽ കിടക്കുന്ന ആൾക്കാരുടെ അടുത്തല്ല പാവം പറഞ്ഞിട്ട് അവർ വായി വരുന്ന തോന്നുന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കുത്തുഗ്രഹത്തിന് മുന്നേ പോയിട്ട് ഈ ബിംബത്തിന് മുമ്പേ പോയിരുന്ന് കവന്ന് കിടന്ന് കാണാതെ പിടിച്ച് പ്രാർത്ഥന ചെല്ലുന്നതല്ല പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ യേശുക്രിസ്തുവോട് നമ്മുടെ പാവങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തെ റിയൽ റിപ്പൻഡൻസ്. റിയൽ റിപ്പൻഡൻസ് ഷുഡ് കം പ്രൈസ് ഔട്ട് ഫ്രം യുവർ ഹാർട്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യേശുവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുമ്പോൾ ആ ഒരു തകർന്ന ഹൃദയ കർത്താവിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ആർക്കാണ്ട് വേണ്ടി കാണാതെ പിടിച്ച് പ്രാർത്ഥന ചെല്ലുന്നതല്ല പ്രാശ്ചിത്തം. കർത്താവ് നമുക്ക് വേണ്ടി പ്രാശ്ചിത്തം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ തിരിച്ചറിവിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ശിഷ്യന്മാർക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യന്മാർ പറയുന്നത് കഴിഞ്ഞാൽ കർത്താവ് 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാർ അവിടെ ഇരുന്ന് എല്ലാവർക്കും വിതരണം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 5000 പുരുഷന്മാർക്ക്. അപ്പോൾ അവർ വിശ്വാസത്തോടെ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. പ്രവൃത്തി നടന്നു. പ്രൈസ് തുടർന്നായിട്ട് പറയുന്നത് വെച്ചാൽ അവർക്ക് തൃപ്തിയായ ശേഷം ഗോസ്പൽ ജോൺ ചാപ്റ്റർ 6:12 യോഹന്നാൻ ശേഷം 6 12 അവർക്ക് തൃപ്തിയായ ശേഷം അവന് ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം
ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്നും ശേഖരിച്ച കഷണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം. നമ്മുടെ ഭാഗത്ത് നമ്മൾ കർത്താവിന്റെ മുന്നോട്ട് നീങ്ങണം. ദൈവത്തിന് താങ്ക്സ് കൊടുത്ത് മുന്നോട്ട് പോകണം. എത്ര മല പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഈ കർത്താവ് നമ്മളെ വിടുവിക്കും. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഈ ദൈവം നമ്മളെ വിടുവിക്കും. എത്ര പ്രയാസങ്ങളാണെങ്കിലും ഈ ദൈവം നമ്മളെ സംരക്ഷിക്കും. എത്ര ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിലും ഈ ദൈവത്താൽ നമ്മൾ വീര്യം പ്രവർത്തിക്കും. എത്രമാത്രം നമ്മൾ തകർന്നാലും ഈ ദൈവത്താൽ നമ്മൾ കോട്ടമതികൾ ചാടിക്കിടക്കും. ഈ ദൈവത്താൽ നമ്മൾ സൈന്യനരെ ഭേദിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവമാണ് സത്യം. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു നാളും ഇന്ന് വരെ ലഭിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ അതാണ് കർത്താവ് സിംഹക്കുട്ടികളെ ഇരകെട്ടാതെ അലയും. കർത്താവിലെ ആശ്രയിക്കുന്ന ആൾക്കാർക്കോ ഒന്നിനൊരു കുറവില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വിച്ചോടെങ്കിൽ പറയാനായിട്ടുള്ളത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നുമില്ല, അതെല്ലാം ഭസ്മമായിട്ട് ഈ പറഞ്ഞാല് നമുക്ക് ഈ സന്യാസിമാര് ഗോംഗ്രിയും വെച്ചിട്ട് പല മതത്തിലുള്ള അവരിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. പൊടിയൊക്കെ ഭസ്മമായി പോയില്ലേ. അവരും അവരെ പൊടിയും കർത്താവിന്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരും അവരെ പൊടിയെല്ലാം ഭസ്മമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് കഴിഞ്ഞാൽ നമുക്ക് വിരോധമാണ്ടാക്കുന്ന ഓരായുധവും വരയ്ക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചന പുസ്തകം പറയും. ബുക്ക് ഓഫ് ജെറമിയ ഇതിൽ പറയുവാണ്, ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 20. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതിൽ പറയുന്നതെന്ന് കഴിഞ്ഞാല് ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 20 വേഴ്സസ് 11. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടി. കർത്താവ് our Lord is with me as a mighty one, a terrible. Therefore my prosecutors shall stumble. Praise the Lord. Hallelujah. They shall not prevail. Praise the Lord. അതാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ് എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അവരെ ആലോചന, ദുഷ്ടന്റെ ആലോചന അവിടെ വെച്ചാൽ കർത്താവ് അവർക്ക് അവര് തന്നെ തമ്മിലടിച്ചില്ലാതാവും. അവരെ തലമുറകൾ അടിച്ചില്ലാതാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാമാരികളെ ചിലപ്പോൾ ഇല്ലാതാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫറോയുടെ രഥം തകർന്ന പോലെ കർത്താവ് ചെനിച്ച് ചതറിച്ച് ദൂരകളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞാല് ദുഷ്ടന്മാർ അവരുടെ പ്രവർത്തി നമുക്കെതിരായിട്ട് നീങ്ങുന്ന എത്ര ശക്തിയായി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ യഹോവയെ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു ബാധയും നമ്മുടെ കൂടാരത്തെ എടുക്കത്തില്ല എന്ന് സങ്കീർത്തന പുസ്തകം 91 സങ്കീർത്തനം പറയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഇങ്ങനെ പറയാനായിട്ടുള്ളത്, ഇന്ന് കർത്താവ് യേശുവിന്റെ നാമം ആരൊക്കെ നമ്മളൊക്കെ അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കണം. ഞാൻ അന്യഭാഷ പ്രാർത്ഥിച്ചു നോക്കി. ഒരു ബാധ എടുക്കുന്നത് സത്യം പറയാ, ദുഷ്ടന്റെ ഒരു കെട്ടും എടുക്കത്തില്ല. ഇപ്പം നമ്മൾ വീണുപോയി തകർന്നു പോയി നമ്മൾ ചിന്തിക്കും, ദുഷ്ടൻ ചിന്തിക്കും. പക്ഷെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാ ശക്തിയാല് നമുക്ക് കർത്താവ് എല്ലാം കീഴ്പ്പെടുത്തി കളയും, എല്ലാം തകർത്ത് തൂരക്കളയും. നമുക്കെതിരെ എതിർ പ്രാർത്ഥനകളും വിച്ഛിക്കാറ്റിന്റെ പ്രവർത്തനങ്ങളും ഫോണിക്കേഷന്റെ പ്രവർത്തികളും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബ്ലാക്ക് മാജിക്കും അതേപോലെ തന്നെ സാത്താനിക് വർഷിപ്പും എല്ലാം കർത്താവ് തകർത്ത് തുരക്കളയും യേശുവിന്റെ നാമത്തില്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇന്നും ജീവിക്കുന്നു, അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും യേശു ക്രിസ്തു നമ്മൾ പാടി ആരാധിക്കണം. ഈ ദൈവം പറയുന്നു, ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എത്ര ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും കർത്താവ് സ്തോത്രം ചെയ്ത് മുന്നോട്ട് നമ്മൾ സ്റ്റെപ്പ് വെക്കണം. വഴികൾ തുറക്കും, ഇല്ലാത്ത വഴികൾ കർത്താവ് തുറക്കും. പ്രൈസ് ദി ലോർഡ്. പുതു ഡോറുകൾ കർത്താവ് തുറക്കും. അതാണ് വെളിപാടിന്റെ പുസ്തകം 1 അധ്യായം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. നിങ്ങൾ ഈ ബലഹീനതയിൽ നിങ്ങൾ എന്റെ നാമം കാത്തു, എന്റെ നാമം നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. ഒറ്റക്ക് നിങ്ങളുടെ സിറ്റിയിൽ നിങ്ങൾ കർത്താവ്, നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഉള്ള സ്ഥലത്ത്, ജാതികളുള്ള സ്ഥലത്തും ദൈവത്തിന് വേണ്ടി നിങ്ങൾ സത്യസന്ധത കാണിച്ചു. പണത്തിന് കൊടുക്കൽ വാങ്ങി സത്യസന്ധത കാണിച്ചു. ഞാനൊക്കെ ജോലി ചെയ്യേണ്ടിരുന്ന അവസരത്തിൽ പൈസ കൂടുതൽ കിട്ടുമ്പോൾ ഞാൻ തിരിച്ചുകൊണ്ടേ കൊടുത്തു. അന്യ അതൊക്കെയാ തിരിച്ചുകൊണ്ടേ കൊടുത്ത ചരിത്രമുണ്ട്. അവര് അറിയാതെയാണ് അറിഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല, കൂടുതൽ പൈസ തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് പൈസ കൂടുതൽ കിട്ടിയത് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് തിരിച്ചുകൊണ്ടേ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിശ്വസ്തത അവർ നോക്കും. പ്രൈസ് ദി ലോർഡ്. അവര് തന്നെ ഇന്ന് ലോകത്തിൽ അങ്ങനെ വിരള ചുരുക്കം ആൾക്കാരാണ്. പക്ഷെ ദൈവഭക്തന്മാർ അങ്ങനെ ചെയ്യണം.
ആരുടെ ഒരു പൈസ നമുക്ക് വേണം? നമ്മുടെ ബലവും നമ്മുടെ സമ്പത്തും നമ്മുടെ പ്രത്യാശയും എല്ലാം കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 10 500 പൗണ്ടോ ഒന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നമ്മുടെ ഉയർച്ച. അതാണ് അബ്രഹാം പറയുന്നത്. അബ്രഹാം പറയുന്നത് വെച്ചാൽ യഹോവയാണ് എന്നെ സമ്പന്നനാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരാളുടെ ഒരു സാധനവും അബ്രഹാം എടുക്കാനായിട്ട് ഇടവന്നില്ല. കർത്താവാണ് അബ്രഹാത്തിന്റെ പ്രതിഫലവും, കർത്താവാണ് അബ്രഹാത്തിന്റെ സമ്പത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാം നമ്മൾ അബ്രഹാത്തിന്റെ സന്തതികളാണ്. അബ്രഹാത്തിന്റെ വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും സ്വസ്ത്രം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് ബൈബിൾ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അതുകൊണ്ട് അപ്പം 5 യവത്തപ്പത്തിൽ നിന്നും ഗോസ്പൽ ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 13 യോഹന്നാൻ സുവിശേഷം 6:13 വാക്യങ്ങളിൽ 5 യവത്തപ്പത്തിൽ നിന്നും ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യം എന്ന് പറഞ്ഞു. ലോകത്തിൽ വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനായിട്ടുള്ളത്, കർത്താവ് അസാധ്യങ്ങളുടെ ദൈവമാണ്. നമ്മുടെ സാഹചര്യം ഓർത്ത് ബുദ്ധിമുട്ടരുത്. ഈ ദൈവത്തിന് താങ്ക്സ് പറയുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് പുതിയ വഴി തുറക്കുക. അല്പം താമസിച്ചാലും ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അല്പം താമസിച്ചാലും ദൈവം അനുഗ്രഹം ചെയ്യും. പ്രൈസ് ലോർഡ്. ചിലപ്പോൾ നമുക്കറിയാം, വിസാപരമായിട്ട് ബുദ്ധിമുട്ടിയ ആൾക്കാരാണെങ്കിലും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആൻഡ് സോളിസിറ്റർമാരെ ചേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം തടയുന്ന ദുരാംശം അവരവരെ തലമുറകൾ തറഞ്ഞു മാറുമല്ല. നിങ്ങൾക്കൊന്നും പറ്റും. കർത്താവ് നിങ്ങൾക്ക് ഒന്നല്ല വേറെ ആളുകൾ നിങ്ങൾക്ക് വഴി തുറക്കും. ഒരു വഴി കർത്താവ് തുറക്കും. ദൈവ മക്കൾക്കൊരു പ്രത്യാശയുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ അവർ കർത്താവ് തകർത്ത് കളഞ്ഞിട്ടാണെങ്കിലും ഈ ലോകത്തിൽ നിന്ന് മാറ്റിയിട്ടാണെങ്കിലും കർത്താവിന്റെ അഭിഷിക്തന്മാർ കർത്താവ് വഴി തുറക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ചു എനിക്ക് ഇങ്ങനെ പറ്റിയെന്ന് ഒരാളും പറയത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പറയാൻ കർത്താവ് അവിടെ വരുത്തത്തില്ല. കർത്താവിന്റെ നാമം കയ്യിലെടുത്താണ് നിങ്ങൾ ലജ്ജിക്കത്തില്ല. കർത്താവ് അത്ഭുതം ചെയ്യും. ഒരേ ഒരു കാര്യം, സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അനുഭവത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങളാണെങ്കിലും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഈ ദൈവം നമുക്ക് വേണ്ടി പൊതുവഴികൾ ചെയ്യുന്ന ദൈവം, തുറക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മൾ കരുതുന്ന ദൈവമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം യോഹന്നാൻ സുവിശേഷം 6 കർത്താവ് നമ്മളിൽ നിന്ന് ശിഷ്യന്മാരിൽ നിന്ന് റെസ്പോൺസ് ചോദിച്ചു. ഉള്ളത് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് അതിൽ നിന്ന് വർദ്ധിപ്പിച്ചു. നമുക്ക് ഉള്ള സമ്പത്ത്, ഉള്ള പൈസ ദൈവരായത്തിന് കൊടുക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകൾ കൊടുക്കണം. നമുക്ക് പ്രീച്ച് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പ്രീച്ച് ചെയ്യണം. നമുക്ക് ഹീലിംഗ് ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അന്യഭാഷ നമ്മൾ സ്തുതിക്കണം. ആ ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഉള്ളത് നമ്മൾ കൊടുക്കണം. കർത്താവ് ഉള്ളതെടുത്ത് ഉപയോഗിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ കർത്താവ് വർദ്ധിപ്പിക്കും. നമ്മുടെ കളപ്പുരകൾ വർദ്ധിപ്പിക്കും, ധാന്യങ്ങൾ വർദ്ധിപ്പിക്കും. പ്രൈസ് ലോർഡ്. നമ്മൾ കാലുകുത്തുന്ന ദേശം കർത്താവ് അനുഗ്രഹം കൽപ്പിക്കുമെന്ന് നിയമാർത്ഥന പുസ്തകത്തിൽ പറയുന്നു. നമുക്ക് ബ്യൂട്ടാണ് ചാപ്റ്റർ 20 പറയുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തകരത്തില്ല. നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം അതാണ് നിയമാർത്ഥന പുസ്തകത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 28 വേഴ്സസ് 8 ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന് എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും, എനിക്ക് അത്ഭുതം കൽപ്പിക്കും. അതാണ് പറയുന്നത്. ഞാൻ എവിടെ തൊട്ട് കഴിഞ്ഞാൽ, എവിടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടൻ അത്രമാത്രം തകർക്കാൻ ശ്രമിച്ചു. പ്രൈസ്. അതിന് 9 വാക്യം പറയുന്നത്, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. പ്രൈസ് ലോർഡ്. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓട്ടിപ്പോകും. അവർ ഈ ലോകത്തിൽ മാറ്റപ്പെടും. ഒന്നെങ്കിൽ മാറ്റപ്പെടും, അല്ലെങ്കിൽ എല്ലാ വഴികളും ഓടും. നിൽക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അവരെ അടിച്ചു പിരിയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയാകും. കർത്താവ് പറയുവാണ്, ദൈവ അഭിഷേക്തന്മാർ കർത്താവ് പറഞ്ഞ ബുക്ക് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 28 വേഴ്സസ് 8 ഇതിൽ പറയുന്നത്, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. അവർ ഗോഡ് വിൽ ബ്ലെസ് യു ഷുവർലി. അവർ ഗോഡ് വിൽ മൾട്ടിപ്ലൈ യു. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് അവർ ഗോഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പിതാവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് പ്രാർത്ഥി ഇന്നത്തെ ഈ വചനത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം കേൾക്കുന്നു. ഇന്ന് ലോകത്തിൽ എങ്ങനെയാ മുന്നോട്ട് പോകും, എങ്ങനെയാ മുന്നോട്ട് നയിക്കപ്പെടുമെന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടില്ല ഭാരപ്പെടുന്ന അനേകം ആൾക്കാരുണ്ട്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവരുടെ
യേശുവിന്റെ നാമം ചൊല്ലി അവരെ ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിസാഹപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ. വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ദുരാത്മശക്തി യേശുവിന്റെ തിരക്കൊഴിച്ച് യേശുവിന്റെ നാമത്തിൽ ആ പ്രവർത്തനത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത സത്താനിക് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബിസിനസ് വേണം താർക്കാൻ ശ്രമിക്കുന്നത്, കടഭാരങ്ങൾ കൊണ്ടുവന്ന് താർക്കാൻ ശ്രമിക്കുന്നത്, വോട്ട് കേസിൽ താർക്കാൻ ശ്രമിക്കുന്ന ദുരാത്മ പൈശാചിക പ്രവർത്തനത്തെ, അത് ചെയ്യുന്ന ആൾക്കാരെ പ്രവർത്തനത്തെ യേശുവിന്റെ തിരക്കൊഴിക്കാൻ റീച്ച് ചെയ്യും ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ശബരില്ലാതാകൂലാണ്ട് അഭിഷേകന്മാർക്കൊന്നും പറ്റുന്നത് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇൻ ജീസസ് നെയിം. കർത്താവിനെ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പിതാവിനെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെ കർത്താവ് നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിന്റെ നാമം, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കർത്താവെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയണം കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിറയ്ക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവ്. പുതിയ പുതിയ വാക്ക് ഭാഷകൾ സംസാരിക്കാനുണ്ട് ആട്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഒന്ന് ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. എനിക്കറിയാം അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു. നമുക്കറിയാം എല്ലാ വചനവും അനുഗ്രഹിക്കും, ശക്തിയുള്ള വചനമാണ് കർത്താവിന്റെ വചനം. ഞാനൊക്കെ കർത്താവിന്റെ വചനം ഒന്ന് പ്രസംഗിക്കാനായിട്ട് ഭയങ്കര നാണമായിരുന്നു. ഒന്നുമില്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ പിടിച്ചിറക്കി. ഇത് പ്രൊഫസിയായിരുന്നു. പ്രൈസലോട്. ഞാൻ കത്തോലിക്ക സഭയിലെ ആ വലിയ വിജാശിനെ കുടിക്ക് പെട്ടി കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ദൈവദാസന്മാര് പ്രവേശിച്ചു. ഞാൻ ജാതികളുടെ മുമ്പിൽ സിനഗോഗിൽ കർത്താവിനെ പ്രവേശിക്കും. ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെ പ്രഘോഷിക്കും ഈ ജാതികളുടെ മുമ്പിൽ? ഞാൻ കത്തോലിക്ക സഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്മാർക്ക് റെക്കമെൻഡ് ഉള്ളവരെ മാത്രമേ അല്പം ഒന്ന് കുതിരിക്കാൻ പിടിക്കാൻ വരാൻ പറ്റുള്ളൂ, വലിയേറിയ പോകാൻ. അപ്പൊ അവിടെ നിന്ന് പുറത്തിറക്കി കർത്താവ്. ഈ പിശാചിന്റെ ഊര കുടിക്കുന്ന കർത്താവ് പുറത്തിറക്കി. ദൈവരാജ്യം സത്യശിവൻ പ്രസംഗം കർത്താവിനെ അപ്പോയിന്റ് ചെയ്യും. എന്നെ കളിക്കുന്ന എല്ലാവരും ഈ ദൈവമാണ് വിശ്വസൻ, ഈ ദൈവമാണ് സത്യദൈവം. കർത്താവിന്റെ വചനം കയ്യിലെടുത്ത് ഒരാളും രചിക്കത്തില്ല. പ്രൈസ്. നമ്മൾ വായ്പ വാങ്ങിയാലോ വായ്പ കൊടുക്കും. വാ കൊണ്ട് ഡിക്ലെയർ ഇട്ട് മുന്നോട്ട് പോകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവകാരം ദിവസം ചെയ്യണം. ചെയ്യാൻ പറ്റുന്ന മേഖല എല്ലാം കർത്താവിന്റെ നാമത്തെ പറ്റി പറയണം. ലജ്ജിക്കത്തില്ല. ഒരു വഴി കർത്താവ് തുറക്കും. നമുക്ക് വേണ്ടി കർത്താവ് ഒരു വഴി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീതിമാൻ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സുഖമായിട്ട് എത്ര പ്രശ്നങ്ങളുണ്ട്, തൂക്കുകാരെ കൊണ്ടുപോകാണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കിടന്ന് പറയണം. നമ്മുടെ പ്രത്യാശ അവർക്ക് ഓഫീസ് ഒന്നും സംഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.